പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകി തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. ദി ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 10 വേർഡ്സ് 12. യഹൂദനെന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ആമേൻ. എല്ലാവർക്കും നൽകുവാൻ അവൻ സമ്പന്നനാണ്. ഹല്ലേലൂയ. അപ്പം ആര് എന്തെന്നുള്ളതൊരു പ്രശ്നമല്ല ഇവിടെ. ആമേൻ. എന്നാൽ ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് ആമേൻ സമ്പന്നന, സകലത്തിലും സമ്പന്നന. ഒന്നിനും കുറവില്ലാത്ത ഒരുവനുണ്ടെങ്കിൽ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായ യേശുവാണ്, കർത്താവാണ്. ആ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയം വയ്ക്കുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നിശ്ചയമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിശ്ചയമായിട്ട് കർത്താവ് ചെയ്തു തരും. ആ യേശുവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.